ഞാനിപ്പോഴുള്ളത് വന്ദനയുടെ സഹോദരൻ ചെറിയാൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ജിൻസും ഉണ്ട്. രണ്ടുപേരും നമ്മളോട് സംസാരിക്കും. ഏതായാലും അവർ വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്, കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് വക്കീൽ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. സിസ്റ്റർ വിളിച്ചിരുന്നോ? വെള്ളിയാഴ്ച വിളിച്ചതാ. എന്താ പറഞ്ഞേ? അന്നേരം ശനിയാഴ്ച ജാമ്യത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് അവധിയായിപ്പോയി. ഇനിയിപ്പം ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പം വിളിച്ചില്ല. പക്ഷേ ഇതിലൊക്കെ അറിഞ്ഞു ഇന്ന് നടക്കുകയില്ലാന്ന്. അന്ന് വിളിച്ചപ്പോൾ സിസ്റ്റർ എന്തെങ്കിലും സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് മാത്രം പറഞ്ഞതേ ഉള്ളൂ. സംഭവം ഉണ്ടായിന്ന് മാത്രം. ഈ സിസ്റ്റർ അല്ല, വന്ദനയല്ല, വന്ദനയുടെ അനിയത്തി ഒരു സിസ്റ്റർ. അവരാണോ വിളിച്ചത്? അതെ അതെ. വന്ദനയ്ക്ക് നിങ്ങളെ സംസാരിക്കില്ല? ഇല്ല ഇല്ല ഇല്ല. ആശങ്ക ഉണ്ടോ? എങ്ങനെയാണ്, ഒരു പേടിയുണ്ടോ? ഇന്നിപ്പം ആയപ്പോൾ ഒരു പേടി. ടി വിയിലൊക്കെ കണ്ടിട്ട് പേടിയുണ്ട്. ഒന്നും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്ന വന്ദനയുടെ കൂടെ? ഇപ്പം സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വേറൊരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സിസ്റ്റർ അങ്കമാലിയിലുള്ള ഒരു സിസ്റ്ററാണ്. കൂടുതൽ അവനോട് ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല. അവരെപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയോ? അവർ ഇവിടുന്നോ? അതായത് അവിടെ ഛത്തീസ്ഗഡിൽ പോയിട്ട് കുറേ കാലമായോ? അവിടെ ഏറ്റവും കുറഞ്ഞ അവിടെ ആയിട്ടൊരു അവരെ കൂടുതൽ കാലവും അവിടെയൊക്കെ തന്നെയായിരുന്നു. അവിടെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് മുന്നേ ഉണ്ട്. ഇപ്പോൾ ഒരു വർഷം തികയുന്നതിന് മുമ്പ് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായതാണ്. പ്രശ്നമുണ്ടായി അവരെയൊക്കെ അവരുടെ ആസ്പത്രിയിൽ ഒക്കെ കയറ്റി, ആളില്ലാത്ത മുറിക്കകത്ത് കയറ്റി അടച്ചിട്ടൊക്കെ രക്ഷപ്പെടുത്തിയ ഈ സിസ്റ്റേഴ്സിനെ. അത് അവിടുത്തെ നാട്ടുകാർ തന്നെ. അതായത് ആശുപത്രിയിൽ അടച്ചിട്ടൊക്കെയാണ്, മുറി അടച്ചിട്ടൊക്കെയാണ്. അത് പോണക്ക് ഇവിടെ അവിടെ ഇത് പോണക്ക് വർഗീയ കലാപം നടക്കുന്നവരുടെ ഈ കുറച്ചാണ് വന്ന ആ സമയത്ത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു വർഷമായോ? ഇപ്പോൾ ഒരു വർഷമായി കാണുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതിന് കേസും ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഇവരിങ്ങനെ രാത്രിയിലോ ഒക്കെ വരും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം. ഇവരോട് വലിയ ശത്രുവാണ്. എന്നാൽ ഇവരുടെ ആസ്പത്രിയിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അവരെല്ലാം ചികിത്സയെല്ലാം ഫ്രീ ആയിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരോട് ശത്രുത. അത് ഇവർക്കോ ഈ ഒരു സെറ്റ് അവിടെയുള്ള ജനങ്ങൾ മുഴുക്കമല്ല, കുറേ വിഭാഗം നേതാക്കന്മാർ അവർ വരുമ്പോഴേ ഉള്ളൂ. അതിൽ പേടി ഉണ്ടായിരുന്നു എന്ന് വന്ദന എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? പേടിയെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും പറയും പോകുമ്പം പോട്ടെ, എന്നതാണേലും ഇത് ഇറങ്ങി തിരിച്ച് ഇങ്ങനെ തന്നെ എന്നൊക്കെ അവൾ പറയും. നിങ്ങളത് അവർക്കൊരു ആശങ്ക എന്തായാലും ഉണ്ടായിരുന്നു ഈ വിഷയം. ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഏത് സമയവും എന്ത് സംഭവിക്കാം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഒരു വർഷമായിട്ട് അങ്ങനെ തന്നെയായി. ഒരു വർഷമല്ല, അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത്രയ്ക്കൊരു ഇതില്ലായിരുന്നു. ഈ ആശുപത്രിയിൽ പൂട്ടിയിടുന്നതൊക്കെ ഒരു വർഷം. അതെ അതെ. അന്ന് രക്ഷപ്പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നു? അന്ന് അത് കഴിഞ്ഞ് ഇവരങ്ങ് വന്നിട്ട് ആരെയും കിട്ടിയില്ലല്ലോ. അപ്പോൾ അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം ഇവരെയൊക്കെ തുറന്നു വിട്ടു. അത് വലിയ മാനസിക പ്രയാസമൊക്കെ വന്ദനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഈ അറസ്റ്റിന് ശേഷം സംസാരിക്കാനേ കഴിഞ്ഞില്ല. കാണാനോ വീഡിയോ കോളിൽ കാണാനോ ഒന്നും കഴിഞ്ഞില്ല? ഞാൻ ഇതിൻ്റെ അവിടെ ഇല്ല, ഒന്നുമില്ല. അപ്പം വലിയ ആശങ്ക തന്നെയാണ്. അതെ. എന്താണ് സംസ്ഥാന സർക്കാരിനോടക്കം പറയാനുള്ളത്? എന്താണ് സംസ്ഥാന സർക്കാർ? ഇന്നലെ ഞങ്ങളുടെ പിതാവ്, കാഞ്ഞിരപ്പള്ളി നമ്മുടെ പിതാവിനോട് പറഞ്ഞ അന്നേരം തന്നെ പിതാവ് മുഖ്യമന്ത്രിയെ വിളിച്ചായിരുന്നു. മുഖ്യമന്ത്രിയെ വിളിച്ച് അന്നേരം തന്നെ പുള്ളി ഇത് അവിടെ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാരെല്ലാം ഇടപെടുന്നുണ്ട്. എല്ലാവരും. അവിടുത്തെ ഏത് വിഭാഗമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? അതായത് BJP നമുക്കറിയത്തുള്ളൂ. എനിക്ക് അതിൻ്റെ തിരുവും കൂടുതൽ അറിയില്ല. സ്ഥിരമായി BJP തന്നെയാണോ ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നത്, അങ്ങനെ പറഞ്ഞിരുന്നോ? അത് BJP-ക്കാരെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയത്തില്ല. ഈ BJP-യിൽ എന്നാ വേറൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ ഇപ്പം അങ്ങോട്ട് പോകാനോ മറ്റോ എന്തെങ്കിലും ആലോചന ഉണ്ടോ? അല്ല, ഇതുവരെ എടുത്തില്ല. ഇന്നിപ്പം ജാമ്യം കിട്ടുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ഇപ്പം വേണ്ടെന്ന് വെച്ചു. പിന്നെ പാർലമെൻറ്റിൽ 2 സഭയും നിർത്തിവെച്ചു. ഇത് ടിവിയും കേട്ടിരിക്കുമായിരുന്നു. അപ്പം ജിൻസോ അല്ലെങ്കിൽ ചെറിയാൻ ചേട്ടനോ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ? എനിക്ക് പോക്ക് നടക്കുകയല്ല. എനിക്ക് ചേട്ടൻ പോകുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടി വന്നാൽ അവനെ പോക്ക് ഉള്ളൂ. നിങ്ങൾ വേറെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമോ, അങ്ങനെ എന്തെങ്കിലും? മുഖ്യമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പിതാവും എൻ്റെ അച്ഛനും ചേട്ടാനിയനുമാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞതേ, പുള്ളി അന്നേരെ മുഖ്യമന്ത്രിയെ വിളിച്ചു.
പറഞ്ഞ ബന്ധുക്കാർ തന്നെ ആവശ്യപ്പെട്ടെന്നും പറഞ്ഞ് ഇന്നലെ 1 മണിക്കൂറിനകം 9:30 ആയപ്പം എനിക്ക് ടി വിയിലും ഞാൻ കണ്ടായിരുന്നു. അതാണ് സ്മൃതി ഇവർ പറയുന്നത്. അതായത് ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ചെറിയാൻ നമ്മളോട് പങ്കുവെക്കുന്നത്. മാത്രവുമല്ല, അവിടെ ഉണ്ടായിരുന്ന BJPയിലെ ഒരു വിഭാഗം ആളുകൾ മുൻപും 1 വർഷം മുൻപും ഇത്തരത്തിൽ ആശുപത്രിയൊക്കെയായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റർ വന്ദനയെ അവിടെ പൂട്ടിയിടുക അടക്കം ചെയ്തിരുന്നു എന്ന് പറയുന്നു. വന്ദനയുടെ മറ്റൊരു സഹോദരൻ ജിൻസ് നമുക്കൊപ്പം ഉണ്ട്. ജിൻസേട്ടാ, അവിടെ അവർ വിളിക്കാനോ സംസാരിക്കാനോ എന്തെങ്കിലും കഴിഞ്ഞിരുന്നോ? ഇവരെ അറസ്റ്റ് ചെയ്തേ പിന്നെയാ? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അവർ പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? അവർ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്തല്ലോ. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്, മറ്റ് സിസ്റ്റേഴ്സ് അവിടെയുള്ള പലരിൽ നിന്നുമൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഇത്രയും ദൂരമുണ്ട്. ഇപ്പോൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 കുട്ടികൾ വരണമെങ്കിൽ അവരേകദേശം 10 മണിക്കൂറെടുത്ത് യാത്ര ചെയ്യണം. അപ്പോൾ ഈ ബ്രദറും ഇവരിച്ചിരി ഉള്ളേരിയയിലുള്ളവരാണ്, ഇച്ചിരി അതുകൊണ്ട് അവരെന്നെ ചെയ്തു. അപ്പം ഈ പിള്ളേരെ ആണെങ്കിലും തന്നെ വിടണ്ട, തന്നെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം വീട്ടിൽ വിളിക്കുകയും ഞാൻ ഇങ്ങോട്ട് പോവുകയാണ്, കൂട്ടാൻ പോവുകയാണെന്നുള്ള കാര്യം പറയുകയും ചെയ്തതാണ്. അങ്ങനെയാണ് രാവിലെ അവിടെ എത്തുന്നത്. 1 വർഷം മുൻപ് സിസ്റ്റർ വന്ദനയെ ആശുപത്രിയിൽ പൂട്ടിയിടുകയും സിസ്റ്റർ വന്ദന അടക്കമുള്ള ആളുകളെ പൂട്ടിയിടുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അവിടെ ഒരു സ്ഥിരം ഈ ബജറംഗളിൻ്റെ ഒരു പ്രശ്നമാണ്. അവിടെ അവരുടെ പള്ളി പൊളിച്ചായിരുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളും ഇതുമായിരുന്നു. അപ്പോൾ ഇവരിൽപ്പെട്ട പല ആൾക്കാർക്കും പുള്ളിക്കാരിയെ നേരത്തെ മുതലേ അവിടുന്ന് അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശവും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എപ്പോഴെങ്കിലും ഭയം, ഒരു പേടിയുണ്ടെന്ന് എന്തെങ്കിലും സിസ്റ്റർ വന്ദന പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? പുള്ളിക്കാരി അങ്ങനെ, ഞാനൊരു സിസ്റ്ററാണ്, എൻ്റെ കടമ ഇതാണ്, എൻ്റെ ഇത് ഞാൻ ചെയ്യേണ്ടത്. ഞങ്ങൾ വീട്ടിലൊക്കെ പറയുമ്പം പലരുമൊക്കെ പറയുമായിരുന്നു, അവിടെ സിസ്റ്റേഴ്സൊന്നും ഉടുപ്പിട്ടിട്ട് പോകുന്നില്ലല്ലോ, നിങ്ങളൊക്കെ പോവാണ്. ഇപ്രാവശ്യം പോയപ്പം എൻ്റെ വൈഫ് ബിന്ദുവോ പുള്ളിക്കാരി ഒരു ചുരിദാറൊക്കെ അറിയാതെ തന്നെ ബാഗിലൊക്കെ വെച്ച് കൊടുത്തു വിട്ടാ പോയേ. അപ്പോൾ അതൊന്നും പുള്ളിക്കാരി ഇടുവോ? ഞങ്ങളിങ്ങനെയാണ്, ഇതാണ് ഞങ്ങളുടെ ജോലി, ബാക്കി വരുന്നത്, അങ്ങനെയൊരു മനോഭാവമാണ്. ഈ ബജരംഗ് ദളിൻ്റെ ഒരു ഭീഷണി മുൻപ് ഉണ്ടായിരുന്നു എന്നാണ്. അവരുടെ കോൺവെൻറ്റിലും കാര്യങ്ങളിലും അവിടെയുള്ള അവരുടെ ജഗദൽപൂരിലെ പള്ളി പൊളിക്കുകയും, പുള്ളിക്കാരി അവിടെ ആയിരുന്നപ്പം പള്ളി പൊളിക്കുകയും, പക്ഷേ ആ പള്ളി പൊളിക്കുന്നതിലെല്ലാം പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. ഇവരുടെ എല്ലാം ഒരു അങ്ങനെയൊരു ഇതുണ്ട്. നിങ്ങളിപ്പം മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ആരുമായോ സംസാരിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയി കാണുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിപ്പം മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് നേരിട്ട് പോയില്ല. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇവിടുത്തെ നാട്ടുകാരാണേലും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പം നമ്മുടെ ഇവിടെ മെയിനായിട്ട് അങ്ങനെയുള്ള എല്ലാവരും വരികയും ആ വിധത്തിൽ മുഖ്യമന്ത്രി വിവരം അറിയുകയും മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിനെപ്പറ്റിയുള്ള പരാതി കൊടുക്കുകയും, പിന്നെ ജോസ് കെ മാണി സാർ കൊടുത്തിട്ടുണ്ട്, കെ സി വേണുഗോപാൽ സാർ കൊടുത്തിട്ടുണ്ട്. കെ സി വേണുഗോപാൽ സാർ അവിടെ MLA വന്നായിരുന്നു. അപ്പോൾ MLA കെ സി വേണുഗോപാൽ സാർ വിളിച്ച് എൻ്റെ തന്നായിരുന്നു, സംസാരിച്ചായിരുന്നു. പിന്നെ പിതാക്കന്മാർ വിളിച്ചായിരുന്നു, അച്ഛന്മാർ വന്നായിരുന്നു, വിളിച്ചായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു.